ഇത് അമ്മ, ഇത് ഇളയവൻ. ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കാം. ഇവനും എഞ്ചിനീയറിംഗിനാ, അങ്ങ് തമിഴ്നാട്ടിലാ, സെക്കൻഡ് ഇയർ. ടോപ്പറാ. അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര, മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തോലിക്കേറ്റ് കോളേജ്, എം.കോം ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ, അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. അതെ അതെ, സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അയ്യോ, പക്ഷെ ഞാൻ അതിൽ അല്പം ആക്റ്റീവ് ആണ്. ഞങ്ങള് കണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? സാഹിത്യം കൊള്ളാം, പക്ഷെ ഫോട്ടോ അത്ര പോരാ. നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത്. പോകുമ്പോ ഞാൻ മീരയുടെ നമ്പർ ഒന്ന് വാങ്ങുവേ. എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം വേണ്ടാന്നങ്ങ് പറഞ്ഞത്? അതൊന്നും വേണ്ടെന്നേ, കല്യാണം എത്രയും പെട്ടെന്ന് നടത്താന്നല്ലേ അവര് പറഞ്ഞത്. ജാതകം നേരത്തെ നോക്കിയിട്ട് പോയത് നന്നായി. ഇനി ആ പേരിൽ മുടങ്ങില്ലല്ലോ. ഇവന് വേണ്ടി ഇനി പെണ്ണ് കണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഇനി ആരെയും കാണണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു. ഇതങ്ങ് ഇത്ര വേഗം ഉറക്കുമെന്ന് കരുതിയേയില്ല കേട്ടോ. എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച്. എന്റെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത്. അമ്മ ഈ കണ്ട കാലത്തിനും ചേട്ടന് വേണ്ടി പെണ്ണ് തിരക്കി നടന്ന് ദേ മൂക്കിൽ പല്ല് വരാറായി. ആർക്കടാ മൂക്കി പല്ലൊന്നും? ശോഭന ചേച്ചി. ചേച്ചി. ഹലോ, എടി കോമളെ. ശോഭന ചേച്ചി, എന്തുണ്ട്? കൊറേ ആയല്ലോ വിളിച്ചിട്ട്. എടി ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ. എടി നിനക്കേ അവിടെ ഒരു മീരാ മോഹനെ അറിയാവോ? നമ്മുടെ ജീവൻ മോൻ ഒരു ആലോചന വന്നതാ. നമ്മുടെ ജീവമോന് വേണ്ടിയോ? എന്റെ പൊന്നി ചേച്ചി, ഒന്നും നോക്കാനില്ല. ഇത്രയും നല്ല പെങ്കൊച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കാണത്തില്ല. ഓ, നിന്നോടാവുമ്പോഴേ നല്ല കൊച്ച ചേച്ചി. നിന്നോടാവുമ്പം എല്ലാം അങ്ങ് തുറന്ന് ചോദിക്കാലോ. ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ. പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാം, ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ. ശരിയടി. കൊറേ വിളിച്ചതുവാ. ഇപ്പൊ സമാധാനമായാലോ? ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക് മീരയെ മതി. കാര്യം ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മീരനെ ഏറെന്റെ കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്തിനിപ്പോ ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ ഒരു സൈഡ്. ആരുടെ സൈഡ്? അവരുടെ സൈഡ്. പിന്നല്ലാതെ ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണമല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ? നിങ്ങൾ നോക്കുമോണ്ടോ? ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ ചെല്ല്. മണിച്ചേട്ടാ, ഇവിടെ ട്യൂഷൻ വരുമ്പോൾ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ അന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ കടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞേ? അത് ചേട്ടാ, നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പൊ പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിന്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു.
ചേട്ടാ ഞങ്ങള് ഓക്കെ. ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുവേട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുവേട്ടാ അറിയില്ല. വിഷ്ണു എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വിഷ്ണുവേട്ട എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് വിഷ്ണുവേട്ടനാ? ഇഷ്ടേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവളെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുവേട്ടാ? എനിക്കറിയാലോ, എനിക്ക് എത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ പൊന്നു വിഷ്ണുവേട്ടനല്ലേ. എനിക്ക് തോന്നുന്നു പറയാനല്ലേ പറ്റും. ചിലപ്പോ ഞാൻ അവളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഒരു ചെറുകിട ഇഷ്ടത്തില്ല. അൻവർ ഷെരീഫ് എന്താണ് അത്ര വലിയ രഹസ്യം? ഒരു പ്രണയം ഉണ്ടെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും. എനിക്ക് സംസാരിക്കണം. മഹേഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മഹേഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? മഹേഷോ? എനിക്കിനി എൻ്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എൻ്റെ ഏട്ടനെ പോലെ മഹേഷേട്ടൻ എൻ്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം. വാൾപേപ്പർ എല്ലാം. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കൈയെടുത്ത് തലയിൽ വെക്കുക. വെച്ചോ? തൊട്ടോ? സത്യം. ഏട്ടാ, മഞ്ചേട്ടൻ എണീറ്റേ. ഏട്ടാ, സമയം എണീക്ക്. അതെ, കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല, പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ. നമുക്ക് വയറൊക്കെ ഓർക്കണ്ടേ? എണീറ്റാ, ചായ കുടിച്ചേ, എന്നിട്ട് ഓടാമ്പോ. മഞ്ചേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി, ഞാൻ വിളിക്കില്ലേട്ടോ. നീ ഇന്ന് പോയില്ലേ? എന്തു പറ്റി? പനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് മീരയുടെ റൂമൊന്ന് ചെക്ക് ചെയ്യണം. എന്താടാ? അതമ്മേ. ചേച്ചി, ഇന്ന് മീൻ വേണ്ട. വേണ്ടല്ലോ. ശരി എന്നാ. ജാതകോ? ക്രിസ്ത്യാനിക്ക് എന്ത് ജാതകമാടി? ഏട്ടോ, ഏട്ടന് ഇതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതൊക്കെ എൻ്റെ ജാതക പ്രകാരം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എൻ്റെ ഡിസ്നേറ്റ് മരിച്ചു പോകുന്നതാണ് നമ്മുടെ ജാതകത്തിലുള്ള. ഇല്ല, ഞാൻ മരിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം. ഏട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്നെ ഡിസ്നേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ അല്ലെങ്കിലും എവിടെയെങ്കിലും എൻ്റെ ഏട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി.
എപ്പോഴും സന്തോഷത്തോടെ എനിക്കിപ്പോ ഒരൊറ്റ വാക്ക് തരാൻ പറ്റും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ടെസ്റ്റ് മാത്രമേ